പൊതുവിപണിയിലെ വിലക്കയറ്റം ഹോട്ടൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. പച്ചക്കറികളുടെയും മാംസത്തിന്റെയും അടക്കം വില വർദ്ധിച്ചതോടെ പല ചെറുകിട ഹോട്ടലുകളും മുമ്പോട്ടു പോകുവാൻ ബുദ്ധിമുട്ടുകയാണ്. തൊഴിലാളികളുടെ കൂലിയും സാധനങ്ങളുടെ വിലയും വൈദ്യുതി ചാർജും വാടകയുമൊക്കെയാകുന്നതോടെ പല ചെറുകിട ഹോട്ടൽ ഉടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ്. പൊതുവിപണിയിലെ വിലക്കയറ്റം കുടുംബ ബഡ്ജറ്റിനെ എന്ന പോലെ ഹോട്ടൽ വ്യവസായത്തെയും പ്രതികൂലമായി ബാധിക്കുകയാണ്. ഉപ്പുതൊട്ട് സകല വസ്തുക്കളുടെയും വിലയിൽ സമീപകാലത്ത് വലിയ വർധനവ് ഉണ്ടായിട്ടുള്ളതായി ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നു. പച്ചക്കറികളുടെയും മാംസത്തിന്റെയും മത്സ്യത്തിന്റെയുമെല്ലാം വില വർദ്ധിച്ചു. മറ്റാവശ്യ വസ്തുക്കൾക്കും വില വർധനവുണ്ടായതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. പച്ചക്കറിക്കും മറ്റു പലവിധ സാധനങ്ങൾക്കും വില കൂടിയതിനാൽ വളരെ ബുദ്ധിമുട്ടാണ് ചെറുകിട ഹോട്ടലുകൾ നേരിടുന്നത്. വീടുകൾ പോലെയല്ല, ഹോട്ടലുകളിലാണെങ്കിൽ ഒറ്റയടിക്ക് വില കൂട്ടാനും നമുക്ക് സാധിക്കില്ല. പച്ചക്കറിക്ക് അതുപോലെ കറണ്ട് ചാർജ്, വാടകയെല്ലാം വളരെയധികം കൂടുതലാണ്. അപ്പോൾ മുന്നോട്ട് പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയ ലാഭം പോലും കിട്ടുന്നില്ല. ഒരു ദിവസം 2 ദിവസത്തിനുള്ളിലൊക്കെ ഇരട്ടി വിലയാണ് പല സാധനങ്ങൾക്കും കൂടുന്നത്. ഓരോ പ്രാവശ്യവും 4000, 5000 കറണ്ട് ബില്ലൊക്കെ വന്നിട്ട് ഇപ്പോൾ 7000, 8000, 10000 ഒക്കെ ആയിട്ട് വരും. കറണ്ട് ബില്ല് തന്നെ കൂടുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകുന്നു? വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. പാചകവാതക വില വർധനവും വെല്ലുവിളിയാണ്. സാധനങ്ങളുടെ വില വർധനവിനൊപ്പം തൊഴിലാളികളുടെ കൂലിയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെയാകുന്നതോടെ പല ചെറുകിട ഹോട്ടൽ ഉടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ്. വിനോദസഞ്ചാര സീസൺ ഒഴിയുന്നതോടെ ഹോട്ടലുകളിൽ തിരക്ക് കുറയും. പിന്നീട് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വേണം വാടകയും മറ്റിതര ചെലവുകളും വഹിക്കാൻ. അധിക സാമ്പത്തിക ബാധ്യത താങ്ങാനാകാതെ ചെറുകിട ഹോട്ടലുകളിൽ പലതിനും പൂട്ടുവീണു. ചിലർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. ചെറുകിട ഹോട്ടൽ വ്യവസായം ഭയങ്കര പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സാധനങ്ങളുടെ വില, അതായത് പലചരക്ക്, പച്ചക്കറി, കോഴി, അതുപോലെ ബീഫ്, അതുപോലെ തന്നെ പണിക്കൂലി, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ വില എല്ലാം കൂടെ ഒരുപാടായി കഴിഞ്ഞപ്പോൾ ചെറുകിട വ്യവസായത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള ചെറിയ ഹോട്ടൽസ് മുന്നോട്ട് വളരെ പ്രതിസന്ധിയാണ്. ഏറ്റവും കൂടുതൽ 1200 രൂപയെങ്കിലും ശമ്പളത്തിലാണ് ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ ദിനം തന്നെ പച്ചമുളകൊക്കെയാണ് 120, 130 മേളിൽ പോയി. തക്കാളി 100 അതുപോലെ തന്നെ കാബേജ്, എല്ലാ ഐറ്റം തന്നെ വളരെ വില കൂടുതലാണ് മുന്നോട്ട് പോകുന്നത്. പലചരക്കായാലും തന്നെ കോഴി ഇപ്പോൾ 150, 160 രൂപയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീഫ് 420 രൂപ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ചെറുകിട ഹോട്ടൽ മുന്നോട്ട് വളരെ പ്രതിസന്ധിയാണ്. അടിയന്തരമായിട്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി തന്നാലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നടക്കം ഹോട്ടൽ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.